പ്രാദേശിക വാർത്തകൾ ഇന്ന് ചിറയൻകീഴ് താലൂക്കിലെ കിടിവിലം ഗ്രാമപഞ്ചായത്ത് 16, 17 ഉൾപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ആറിൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥയും അതുപോലെ ആറുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലവും ഈ ഒരു കല്ലുപാലവും ഇവിടെ തന്നെ പരിസരത്തുള്ള ഒരു അംഗൻവാടിയുമായിട്ടുള്ള വിഷയം സാധാരണ ജനങ്ങളിലോട്ട് എത്തിക്കുകയാണ്. ചിറയൻകീഴ് താലൂക്കിലെ കിടിവിലം ഗ്രാമപഞ്ചായത്ത് 15, 16, 17 ഉൾപ്പെടുന്ന വാർഡിൽ ഉൾപ്പെടുന്ന ആറാണ് നമുക്ക് പ്രകവശത്തായിട്ടുള്ളത്. അപ്പം നമ്മൾ ഏതാണ്ട് പൗരാണികമായിട്ട് ഏതാണ്ട് 100 വർഷത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു കല്ലുപാലം തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പുരാവസ്തു വകുപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ മാറ്റി പുതിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പ് അടിയന്തരമായിട്ടുള്ളൊരു നടപടി കൈക്കൊള്ളേണ്ടത് കിടിവിലം ഗ്രാമപഞ്ചായത്തിൻ്റെയും ചിറയൻകീഴ് താലൂക്കിൻ്റെയും ഇപ്പോൾ വന്നിട്ടുള്ള MLA ഒക്കെ ഉത്തരവാദിത്തമാണ്. നിരവധി തവണയായിട്ട് നിരവധി കാലങ്ങളായിട്ട് ജനങ്ങൾ ഒരുപാട് പേരുടെ ശബ്ദത്തിനും എല്ലാത്തിനും ഒന്നും കേൾക്കാതെ ഒരു തരത്തിലുള്ള നടപടിയോ ഇതിൽ ഉണ്ടായിട്ടില്ല. മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വാമനപുരം നദിയുടെ കഴിവടിയായിട്ടുള്ള ഈ ഒരു ആറിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ്. ഒഴുക്ക് നിലച്ച് കാട് കയറി മരങ്ങൾ കടകൊഴുകി വീണ് ഒഴുക്ക് നിലച്ചിരിക്കുകയാണ്. ആ മരങ്ങൾ യഥാസമയം മുറിച്ചു മാറ്റി ഒഴുക്കിന് അനിയന്ത്രിതമായിട്ടുള്ള സംവിധാനം ഒരുക്കി നൽകിയാൽ മാത്രമേ തങ്ങി നിൽക്കുന്ന ജലം ഒഴുകിപ്പോയി നല്ല രീതിയിലുള്ള ഒരു ജലാശയം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ ആശ്രയമായിരുന്നു ഈ ഒരു ആറ്. കാരണം ഒരു അലക്ക് തൊഴിലാളികളാവട്ടെ മറ്റ് അനിവാര്യമായിട്ട് വേനലാവുമ്പോൾ ഒരുപാട് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു തണ്ണീർത്തടം ഇന്ന് അതിൻ്റെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആശ്രയിച്ചിരുന്ന ഒരു ആറ് ഇന്ന് പൗരാണിക സ്മൃതിയിലോട്ട് പോയി പുരാവസ്തു വകുപ്പിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പൗരാണിക സ്മൃതി മണ്ഡപം തന്നെ ഇവിടെയുണ്ട്. ഏതാണ്ട് 10 കൽത്തൂണുകളിൽ ഏത് തരം മിശ്രിതമാണോ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആർക്കും തന്നെ പറയാൻ പറ്റാത്ത രീതിയിൽ അത് നിലകൊള്ളുകയാണ്. അതിൻ്റെ ഒരു കൽത്തൂണ് ഏതാണ്ട് അല്ലെ അതിൻ്റെ ഒരു പാളി ഇടിഞ്ഞു വീണിട്ട് തന്നെ വർഷങ്ങളായി. അതിന് പകരം ഒരു ഇരുമ്പ് നിർമ്മിതി പകരം കൊണ്ട് സ്ഥാപിച്ചു എന്നല്ലാതെ അതിന് എന്താണ് നമുക്ക് ശാശ്വതമായി പരിഹാരം കാണേണ്ടത്? അല്ലെങ്കിൽ കിടിവിലം ഗ്രാമപഞ്ചായത്തിനകത്തുള്ള ഈ ഒരു പാലം അനിയന്ത്രിതമായി പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്തി മറ്റു ജനങ്ങളിലൂടെയും വിനോദസഞ്ചാര മേഖലയിൽ കൂടി കൊണ്ടെത്തിക്കണമെന്നുള്ളതൊന്നും ആരും തന്നെ കാണാതെ കണ്ണടച്ചിരുട്ടാക്കി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ആറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാം. കാട് പിടിച്ച് മൂടിക്കിടക്കുന്നു, മലിനമായി കിടക്കുന്നു, മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നു. രാത്രി കാലങ്ങളിൽ മദ്യപാന്മാരുടെ സ്ഥിരം താവളമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിലുപരി ഇവിടെ തന്നെ ഒരു സ്മാർട്ട് അംഗൻവാടി നിലനിൽക്കുന്നുണ്ട്. സ്മാർട്ട് അംഗൻവാടിയുടെ പുറകുവശം നമുക്ക് നോക്കാം. നല്ല രീതിയിലുള്ള കാട് കയറി മൂടി കിട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഇഴജന്തുക്കളും ഈ ആറിലൂടെ ഒഴുകി വരുന്ന മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന പെരുമ്പാമ്പും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ പെരുമ്പാമ്പെല്ലാം വന്ന് അടിഞ്ഞുകൂടി ഈ പറയുന്ന അംഗൻവാടിയുടെ ഒഴിഞ്ഞ കോണിലോട്ടോ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുകയാണെങ്കിൽ കുഞ്ഞു മക്കളാണ് പഠിക്കുന്നത്. ആ കുഞ്ഞു മക്കൾ അറിയില്ലായ്മ കൊണ്ട് അവർ പുറമോട്ട് ഇറങ്ങി വരുമ്പോൾ ടീച്ചറോ വർക്കറുടെയോ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അവർ കാണാതെയോ ഒരു വരികയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവുകയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത്? ആരുടെയാണ്? നമ്മുടെ മക്കൾക്ക് ജീവൻ സംരക്ഷണമേകേണ്ടത് നമ്മളാണ്. അവർ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകട്ടെ. അവർക്ക് ഭാവി ഒരുപാടുള്ളതാണ്. അവരുടെ എല്ലാ ഭാവിക്ക് അടിത്തറയേകേണ്ട അംഗൻവാടി ഇതുപോലുള്ള സുരക്ഷാ വീഴ്ചയിലൂടെയാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് നമ്മൾ കാണേണ്ടത്? എന്താണ് നമുക്ക് ഒരു രീതിയിലോട്ട് വരേണ്ടത്? അംഗൻവാടിക്ക് മുൻവശത്ത് തന്നെയുള്ള റോഡ് വളരെ കാലമായിട്ട് പഞ്ചായത്തിനകത്ത് ആവശ്യപ്പെടുന്നതാണ്, ഗ്രാമസഭാ യോഗങ്ങളിൽ ആവശ്യപ്പെടുന്നതാണ്. കുഞ്ഞു കുട്ടികൾ വരുന്ന സഞ്ചാരയോഗ്യമാക്കി നൽകേണ്ട റോഡാണ്. അത് കോൺക്രീറ്റ് ഇട്ട് നൽകണമെന്ന് അനിയന്ത്രിതമായി പല തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ ഭരണസമിതി വന്ന സമയത്തും ഗ്രാമസഭ കൂടിയ സമയത്ത് ഇത് ആവശ്യപ്പെട്ടു. ഭരണസമിതിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന 2 വാർഡുകളും ചേർന്ന വഴിയായതുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ്. പല വീടുകളുടെയും അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് സൈഡുകളിൽ നിക്ഷേപിക്കുന്നു. ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഇഴജന്തുക്കൾ അവിടെ പതുങ്ങിയിരിക്കുകയാണെങ്കിൽ കാൽനടയായിട്ട് വരുന്ന കുട്ടികളുമായി വരുന്ന രക്ഷിതാക്കൾ ഇത് അറിയില്ല, കുട്ടികൾ യഥേഷ്ടം കളിച്ചിരിച്ചാണ് വരുന്നത്. ആ ചിരിച്ചതും കളിച്ചു വരുന്ന സമയത്ത് ഈ പറയുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എന്തെങ്കിലും ഇഴജന്തുക്കൾ അവരെ ആക്രമിക്കുകയാണെങ്കിൽ ഇതിനെ ആരാണ് സമാധാനം പറയുക? അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ നല്ല രീതിയിലൊരു മാതൃക ഉണ്ടാവണം, നല്ല രീതിയിലൊരു മാറ്റം ഉണ്ടാവണം. വാമനപുരം നദിയുടെ കൈവഴിയായിട്ടുള്ള നമ്മുടെ ആറിന് ഒരു ശാപമോശം ഉണ്ടാവണം. ആ ആറ് പഴയതുപോലുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കണം. ഇന്ന് നമുക്കറിയാം വേനലാണ്. വേനൽക്കാലത്ത് ഒരുപാട് തരത്തിൽ ഉള്ള വിഷമങ്ങളിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. പല പഞ്ചായത്തുകളിലും അതിനു വേണ്ടിയിട്ട് വാട്ടർ ടാങ്കുകളിലൂടെയൊക്കെ ജലം എത്തിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ആറിലൊക്കെ ജലം ഒരുപാടുണ്ടായിരുന്ന സമയത്ത് ഈ വീടുകളിൽ ഉണ്ടാകുന്ന ഈ ജലക്ഷാമത്തിന് പരിഹാരമെന്നോണം
ഈ പറഞ്ഞ ആളുകളെ സമീപിക്കുകയും ദൈനംദിനമായിട്ടുള്ള കർത്തവ്യങ്ങൾ ഇവിടെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതിന് പോലും പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാർ നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണപക്ഷത്തുള്ളവരാണ്. പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവർക്കും ഇതിന് പൂർണ്ണ ഉത്തരവാദികളാണ്. അവരിരുന്ന സമയത്തും ഇതിന് വേണ്ടിയിട്ടുള്ള നടപടി കൈക്കൊണ്ടിട്ടില്ല. പുതിയ ഭരണസമിതി വന്നിട്ടെങ്കിലും ഒരു ശാപമോക്ഷം ലഭിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ലഭിക്കുന്നില്ല. അനിയന്ത്രിതമായി കാണേണ്ടവർ കാണുക, നടപടി സ്വീകരിക്കുക, ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇതിനു വേണ്ടി കണ്ടെത്തുക. പ്രാദേശികം വാർത്താ ചാനലിന് വേണ്ടി ഉല്ലാസ് ദേവ് ചിറങ്കി. നേരറിയാം നാടറിയാം ന്യൂസ് പ്രാദേശികം.